ഇന്ന് ഞാനൊരു റിച്ച് പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പണ്ടൊക്കെ ക്രിസ്മസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്ലം കേക്ക് ബേക്കറിയിൽ നിന്ന് വാങ്ങലാണ് കൂടുതലും, വീട്ടിലുണ്ടാക്കലൊന്നുമല്ല. അപ്പോൾ ഇപ്പം നമുക്ക് വീട്ടിൽ നല്ല അടിപൊളിയായിട്ട് പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാം. മിക്കവരും ഇപ്പോൾ വീട്ടിലുണ്ടാക്കിയെടുക്കലുമാണ് പ്ലം കേക്കൊക്കെ. അപ്പോൾ ഇത് ആൽക്കഹോളൊന്നും ചേർക്കാത്ത ഫ്രൂട്ട് ജ്യൂസിൽ സോക്ക് ചെയ്ത ഫ്രൂട്ട്സ് വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്ലം കേക്കാണ്. നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് കിടക്കാം. ആദ്യം നമുക്ക് ഈ കേക്കിലോട്ട് ചേർക്കാനുള്ള ക്യാരമൽ ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഇവിടെ ഒരു അര കപ്പ് പഞ്ചസാര ഒരു പാനിലോട്ട് ഇട്ടിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ തീ ഓണാക്കുക. ഇനി ഈ ഫ്രൈ പാൻ്റെ പിടിയിൽ പിടിച്ചുകൊണ്ട് നമുക്ക് ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ പതുക്കെ ഇപ്പോൾ കളറൊക്കെ ചേഞ്ച് ചെയ്ത് പഞ്ചസാരയൊക്കെ മെൽറ്റായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ കുറച്ച് വെക്കണം. കാരണം ഇത് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. സ്പൂണിനെക്കാട്ടിലും നല്ലത് ഇതുപോലെയുള്ള ഒരു സ്പാച്ചില വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇത് നല്ലപോലെ ഒന്ന് ക്യാരമലായി വന്നതിന് ശേഷം ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. അൺസോൾട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ തീയിൽ വെച്ചുകൊണ്ട് തന്നെ തിളച്ച വെള്ളം 1/4 കപ്പ് ചേർത്ത് കൊടുക്കുക. ഇത്തിരി അകന്ന് നിന്നുകൊണ്ട് വേണം ഈ വെള്ളം ചേർത്ത് കൊടുക്കാൻ, പൊട്ടിത്തെറിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ലപോലെ തിളച്ച വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ. ആ ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം. ഈ 1/4 കപ്പ് ക്യാരമല് നമുക്ക് ചെറിയ തീയിലിട്ട് ഒന്ന് വറ്റിച്ച് 1/2 കപ്പായിട്ട് മാറ്റണം. 1/2 കപ്പ് ആകുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം തീ ഓഫ് ചെയ്ത് നമുക്ക് ചൂടാറാനായിട്ട് വെക്കാം. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്തത് കേട്ടോ. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ക്യാരമൽ ഉണ്ടാക്കി സൈഡിൽ മാറ്റി വയ്ക്കുക. അപ്പോൾ ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഈ പ്ലം കേക്ക് ഞാൻ ഉണ്ടാക്കുന്നത് ആൽക്കഹോളൊന്നും ചേർക്കാത്ത രീതിയിലുള്ള പ്ലം കേക്കാണ്. ഇവിടെ ഞാൻ ഓറഞ്ച് ജ്യൂസിലാണ് ഫ്രൂട്ട്സ് മിക്സ് ചെയ്ത് വെക്കുന്നത്. 250 ml ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഓറഞ്ച് ജ്യൂസിന് പകരം നമുക്ക് ഗ്രേപ്പ് ജ്യൂസ് ആണെങ്കിലും എടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 15 ഗ്രാം ഡ്രൈഡ് ഓറഞ്ച് പീലാണ്. ഇത് നമുക്ക് കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വാങ്ങുന്ന കടയിൽ നിന്ന് വാങ്ങാനായിട്ട് കിട്ടും. അടുത്തായി ചേർത്ത് കൊടുക്കേണ്ടത് ട്യൂട്ടി ഫ്രൂട്ടിയാണ്. ട്യൂട്ടി ഫ്രൂട്ടി 100 ഗ്രാമാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതൊരു 150 ഗ്രാം വരെ ചേർത്ത് കൊടുത്താലും യാതൊരു പ്രശ്നവുമില്ല. അടുത്തതായി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 100 ഗ്രാം റൈസിൻസ് ആണ്. അതായത് കറുത്ത ഉണക്കമുന്തിരിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഡേറ്റ്സിൻ്റെ അളവ് അധികം കൂടണ്ട. 50 ഗ്രാം മുതൽ 100 ഗ്രാം വരെയാണ് ഡേറ്റ്സ് ചേർത്ത് കൊടുക്കേണ്ടത്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇത്ര ഇൻഗ്രീഡിയൻസ് നമുക്ക് ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ ഡ്രൈഡ് ജിഞ്ചറാണ്. അതായത് പഞ്ചസാര ചേർത്ത് ഇഞ്ചി വിളയിച്ച് ഉണങ്ങിയ ടൈപ്പ് നമുക്ക് ഈ കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കിട്ടുന്ന കടകളിൽ നിന്ന് തന്നെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇത്രയും ഫ്രൂട്ട്സാണ് നമ്മൾ ഈ ഓറഞ്ച് ജ്യൂസിൽ മിക്സ് ചെയ്ത് വെക്കുന്നത്. ഇതിനി നമുക്ക് അടച്ച് ഫ്രിഡ്ജിൽ ഓവർനൈറ്റ് വെക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി അതിനുള്ള സമയം കിട്ടാത്ത ആളുകൾക്ക് 1 മണിക്കൂറെങ്കിലും മിനിമം നമ്മൾ സോക്ക് ചെയ്ത് വെക്കണം. എന്നിട്ട് ഫ്രൂട്ട്സൊക്കെ നല്ലപോലെ സോഫ്റ്റ് ആയതിനു ശേഷം വേണം നമുക്ക് കേക്കിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. അതും ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ടെങ്കിൽ നല്ലപോലെ തണുപ്പ് വിട്ടതിന് ശേഷം വേണം ഈ കേക്കിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാൻ. അടുത്തതായിട്ട് ഈ കേക്കിന് വേണ്ടുന്ന മൈദയുടെ കൂട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. 2 കപ്പ് മൈദയാണ് ഇവിടെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അതായത് 250 ഗ്രാം മൈദ. ഇതിലോട്ട് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായി ഇതിലോട്ട് നമുക്ക് കുറച്ച് സ്പൈസസിൻ്റെ പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യമായിട്ട് നമുക്ക് ജാതിക്കയുടെ കുരു പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ജാതിക്കയുടെ കുരു പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ കറുവാപ്പട്ട പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിനോടൊപ്പം തന്നെ ഒരു 5 ഗ്രാമ്പും ഒരു 4 ഏലക്കായും കൂടി പൊടിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആ ഗ്രാമ്പൂൻ്റെ ഒക്കെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക്. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അതും കൂടെ ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി ടേസ്റ്റി ആകുകയുള്ളൂ. ഇത്രയും പൊടികൾ നമുക്കൊരു 1 മിനിറ്റോളം ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു അരിപ്പയിലൂടെ ഈ പൊടികൾ നല്ലതുപോലെ 3 തവണ അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ആ അരിപ്പയിൽ വരുന്ന തരികൾ നിങ്ങൾ കളഞ്ഞോളുക.
ഈ പ്ലം കേക്കിൽ ചേർക്കുന്ന സ്പൈസസ് എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കേണ്ട 2 സ്പൈസസ് ജാതിക്കയുടെ പൊടിയും സിനമൺ പൗഡറുമാണ്. അത് നിർബന്ധമാണ്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് പഞ്ചസാര പൊടിച്ചതാണ്. പഞ്ചസാര പൊടിച്ചത് 200 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. അതായത് ഏകദേശം ഒരു 1.5 കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇവിടെ എടുത്തിട്ടുണ്ട്. ബ്രൗൺ ഷുഗർ കയ്യിലുള്ളവർ 1/2 കപ്പ് ബ്രൗൺ ഷുഗറും 1 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി മിക്സ് ചെയ്തിട്ട് ഈ ബൗളിലോട്ട് എടുത്താലും മതി. ബ്രൗൺ ഷുഗർ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി ഡാർക്ക് കളർ കിട്ടും കേക്കിന് ബേക്കായി വരുന്ന സമയത്ത്. ഉള്ളവർ മാത്രം ചേർത്ത് കൊടുക്കുക. ഈ പഞ്ചസാര പൊടിച്ചതിലോട്ട് ഇനി 1/2 കപ്പ് നെയ്യും 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടിയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഏറ്റവും നല്ലത് അൺസോൾട്ടഡ് ബട്ടർ 200 ഗ്രാമും 1/4 കപ്പ് നെയ്യും ചേർത്തിട്ട് ഈ കേക്ക് ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ നെയ്യും ബട്ടറും ചേർത്തിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ കേക്ക് ഒന്നും കൂടി ടേസ്റ്റി ആകുകയുള്ളൂ. നെയ്യുടെ അളവ് ഓയിൽ എടുത്തത് കൊണ്ടാണ് ഞാൻ 1/2 കപ്പ് വരെ എടുത്തത്. ബട്ടറാണ് ചേർക്കുന്നതെങ്കിൽ 1/4 കപ്പിലും കൂടുതൽ നെയ്യ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പം നെയ്യുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഈ കേക്കിനൊരു നെയ്യുടെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് മുൻപിൽ നിൽക്കും. അപ്പോൾ ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. ഇനി ഇത് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് ലൈറ്റ് ക്രീം കളർ ആക്കി എടുക്കുക. ഹൈ സ്പീഡിലിട്ട് ഏകദേശം ഒരു 2 മിനിറ്റോളം ബീറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇപ്പം 2 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇതിൻ്റെ യെല്ലോ കളർ മാറി നല്ല ക്രീം കളറായിട്ടുണ്ട്. അപ്പോൾ ഈ പഞ്ചസാരയും ഓയിലും എല്ലാം കൂടി നല്ലതുപോലെ മിക്സായിട്ട് ബീറ്റ് ചെയ്തിട്ട് ക്രീമി ആൻഡ് ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ചേർത്ത് കൊടുക്കേണ്ടത് ആ കാരമൽ സിറപ്പാണ്. ഇതിപ്പോൾ നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട്. 1/2 കപ്പ് കാരമൽ സിറപ്പാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് വീണ്ടും ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. അതും നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ മുട്ട വീതം പൊട്ടിച്ച് 4 മുട്ടയാണ് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത്. ഓരോ മുട്ട പൊട്ടിച്ച് ഒഴിക്കുമ്പോഴും ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക, അടുത്തത് പൊട്ടിച്ചൊഴിക്കുക, എന്നിട്ട് വീണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. അതും ലോ സ്പീഡിലിട്ടിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ 4 മുട്ടയും ചേർത്തതിന് ശേഷം 1 മിനിറ്റോളം ഹൈ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ എല്ലാ മുട്ടയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന മൈദയുടെ കൂട്ട് കുറച്ച് വീതം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ബീറ്റർ അല്ല ഉപയോഗിക്കുന്നത്. ഒരു സ്പാച്ചുല വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. നല്ല രീതിയിൽ ഫോൾഡ് ചെയ്ത് ഈ മൈദയുടെ കൂട്ടൊക്കെ ഈ പഞ്ചസാരയും ഓയിലൊക്കെ ആയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് വരണം. കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കണം. കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്യുന്ന ടൈമിലാണെങ്കിലും ഒരേ ഡയറക്ഷനിലോട്ട് ബീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുന്നതും ഒരേ ഡയറക്ഷനിലോട്ട് തന്നെ ഫോൾഡ് ചെയ്തെടുക്കുക. അതായത് ക്ലോക്ക് വൈസിലാണ് ചെയ്യുന്നതെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ ചെയ്യാതെ ഇരിക്കുക. അപ്പോൾ ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ എല്ലാ മൈദയുടെ കൂട്ടും നല്ലതുപോലെ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 100 ഗ്രാം കാഷ്യൂനട്ട് ചെറുതായിട്ട് നുറുക്കിയിട്ട് അത് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പിസ്ത ഉണ്ടെങ്കിൽ പിസ്തയും കുറച്ച് നുറുക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. മെയിനായിട്ട് ഈ പ്ലം കേക്കിൽ ചേർത്ത് കൊടുക്കുന്ന നട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഷ്യൂനട്ട്, വാൾനട്ട്, പിസ്ത ഓപ്ഷണലാണ്, ചേർത്ത് കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. പിന്നെ ബദാം ചെറുതായിട്ട് നുറുക്കിയിട്ട് അതും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒരു 150 ഗ്രാമോളം ചേർത്ത് കൊടുത്താലും മതി ഈ നട്ട്സ് എല്ലാം കൂടി. ഇത് നമ്മുടെ ഫ്രൂട്ട്സൊക്കെ നല്ലതുപോലെ സോക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാഷ്യൂനട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്രൂട്ട്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആ ജ്യൂസോട് കൂടി തന്നെ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പം നട്ട്സായിട്ട് ഇവിടെ ഞാനിപ്പം കാഷ്യൂനട്ട് മാത്രമേ ഇപ്പോൾ ചേർത്തിട്ടുള്ളൂ. ഇതിനോടൊപ്പം തന്നെ ബദാമും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 100 ഗ്രാം കാഷ്യൂനട്ട് എടുക്കുകയും 50 ഗ്രാം ബദാം ഫ്ലേക്സും എടുത്തിരിക്കുന്നത്. എല്ലാ നട്ട്സും കൂടി ഒരു 150 ഗ്രാമോ 200 ഗ്രാം വരെ ചേർത്ത് കൊടുത്താലും യാതൊരു പ്രശ്നവും ഇല്ല. അപ്പോൾ മിനിമം ഒരു 100 ഗ്രാമെങ്കിലും ചേർത്ത് കൊടുക്കണം. മാക്സിമം നിങ്ങൾക്ക് ഒരു 200 ഗ്രാം വരെ ചേർത്ത് കൊടുക്കാം നട്ട്സ്. ഇനി ഈ ഫ്രൂട്ട്സൊക്കെ കൂടി ചേർത്തിട്ടുണ്ട്. അതെല്ലാം കൂടി നല്ലതുപോലെ വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കാഷ്യൂനട്ട് മാത്രമാണ് ഞാൻ ചേർത്തത്. ഇത് ബദാം ഫ്ലേക്സ് ആണ്. ബദാം ഫ്ലേക്സ് ആയിട്ടും ഈ ബേക്കിങ്ങിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കിട്ടുന്ന ഷോപ്പിൽ വാങ്ങാൻ കിട്ടും. അതല്ല ഫുള്ളായിട്ടുള്ള ബദാമാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് നുറുക്കി ചേർത്ത് കൊടുക്കുക.
അടുത്തതായി ഒരു 2 ടേബിൾ സ്പൂണോളം തേൻ ചേർത്ത് കൊടുക്കുക. ഈ തേൻ ചേർത്ത് കൊടുക്കുന്നത് ഈ ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കുന്നതിനേക്കാളും നല്ലത് ആ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുത്താലും മതി. എങ്ങനെ ചേർത്ത് കൊടുത്താലും യാതൊരു പ്രശ്നവും ഇല്ല. ഇവിടെ ഇപ്പം പ്ലം കേക്കിൻ്റെ കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. 1.5 കിലോയുടെ പ്ലം കേക്ക് ഉണ്ടാക്കാനുള്ള അത്രയും ബാറ്ററാണ് ഈ റെഡി ആയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കേക്ക് ബേക്ക് ചെയ്യാനുള്ള ടിന്ന് റെഡിയാക്കി എടുക്കാം. 10 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ലൈൻ ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ നെയ്യോ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഈ ടിന്നിലോട്ട് ഒഴിച്ചു കൊടുത്ത് കൈ വെച്ച് നല്ലതുപോലെ ചുറ്റിലും തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്ത ബട്ടർ പേപ്പർ നമ്മൾ ഈ ടിന്നിലോട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ടിന്നിൻ്റെ ഹൈറ്റിൽ നമ്മൾ ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് അതുകൂടി സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ബട്ടർ പേപ്പറിൻ്റെ മുകളിലൂടെ സൈഡിലും നടുക്കുമൊക്കെ ആയിട്ട് വീണ്ടും നെയ്യോ ബട്ടറോ ഓയിലോ തേച്ച് പിടിപ്പിക്കുക. ഇങ്ങനെയാണ് ഞാൻ കേക്കിന് വേണ്ടി ടിന്ന് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. വേറെ പല രീതികളുണ്ട്. അതൊക്കെ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത ഓറഞ്ച് കേക്കിൻ്റെ റെസിപ്പിയിലും ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ വീഡിയോയും കൂടെയൊക്കെ ഒന്ന് കണ്ടു നോക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ടിന്നൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ ഈ ടിന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്നുള്ളത്. അപ്പോൾ അത് ആദ്യമേ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഇനിയിപ്പം ബാറ്റർ ഒഴിച്ചു കൊടുത്തിരിക്കുവാണ്. ഈ 10 ഇഞ്ച് ഡയമീറ്ററിലുള്ള ഈ ടിന്നിൽ നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ച ഫുൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 8 ഇഞ്ചിൻ്റെതിനകത്ത് പകുതി വീതമാണെങ്കിലും ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും ടിന്നിൻ്റെ ഒരു 2/3 പാർട്ടേ ബാറ്റർ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഇപ്പോൾ ഇവിടെ ഈ ടിന്നിലോട്ട് ആ 1 കിലോ 600 ഗ്രാം ഉള്ള ബാറ്റർ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഇത് വെന്ത് വരുമ്പോൾ, അതായത് ബേക്കായി വന്നതിന് ശേഷം ഇതൊരു 1.5 കിലോ ആയി വന്നോളൂ. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കാഷ്യൂനട്ടും കൂടി ഞാൻ വിതറി കൊടുക്കുവാണ്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. പ്ലം കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് കുറേ ടൈം എടുക്കും. അതൊക്കെ ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എൻ്റെ കയ്യിലുള്ള OTG എന്ന് പറയുന്നത് മോഫി റിച്ചാർഡിൻ്റെ 60 ലിറ്ററിൻ്റെ OTG ആണ്. അപ്പോൾ ഈ ബ്രാൻഡും സൈസും ഒക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ ബ്രാൻഡിനും ഓരോ OTGയുടെ സൈസും ഒക്കെ അനുസരിച്ചിരിക്കും ടെമ്പറേച്ചറിൻ്റെ കാര്യം. ചെറിയ ടെമ്പറേച്ചർ വേരിയേഷൻസ് ഒക്കെ ഓരോ ബ്രാൻഡിനും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ OTG ഏതാണ്, ഏത് സൈസിലുള്ളതാണ്, ഏത് ബ്രാൻഡാണെന്നൊക്കെ അനുസരിച്ച് നിങ്ങൾ തന്നെ ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ സെയിം ബ്രാൻഡ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ യൂസ്ഫുൾ ആവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. അവൻ തെർമോമീറ്ററുകൾ നമുക്ക് മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് കയ്യിലുള്ളവർക്ക് ആണെങ്കിൽ ഏത് ബ്രാൻഡാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ആ തെർമോമീറ്റർ വെച്ചിട്ട് നമുക്ക് ആ കറക്റ്റ് ചൂട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് പ്രീഹീറ്റ് ചെയ്യാം. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക. ഇപ്പോൾ അവൻ കറക്റ്റ് പ്രീഹീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിന്ന് ഇതിൻ്റെ മിഡിൽ റാക്കിലോട്ട് വെക്കാം. ഞാനിവിടെ മുകളിലത്തെയും താഴത്തെയും കോയിൽ ഒരേപോലെ ചൂടാക്കുന്ന മോഡിലാണ് ഞാനിത് വെക്കുന്നത്. പ്ലം കേക്ക് അല്ലെങ്കിൽ ക്യാരറ്റ് ഡേറ്റ്സ് കേക്കുകളൊക്കെ നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുമ്പോൾ ഒരു 160 ഡിഗ്രി സെൽഷ്യസിൽ ബേക്ക് ചെയ്യാൻ വെക്കുക. എന്നിട്ട് കുറച്ച് കൂടുതൽ ടൈം വെക്കുക. ഇതിപ്പോൾ കുറച്ച് കൂടുതൽ ബാറ്റർ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ടൈം എടുത്ത് ഏകദേശം 1.5 മണിക്കൂറൊക്കെ തന്നെ എടുത്ത് ബേക്കായി വരാനായിട്ട്. അപ്പോൾ 1 കിലോയുടെയൊക്കെ കേക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 1 മണിക്കൂറോളമൊക്കെ ബേക്കിംഗ് ടൈം എടുക്കും. അപ്പോൾ ഒരു 50 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നിങ്ങളൊരു ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കുക. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അത് നിങ്ങളുടെ OTG ഒക്കെ അനുസരിച്ചിരിക്കും അതിൻ്റെ ആ ബേക്കിംഗ് ടൈം എന്ന് പറയുന്നത്. ഇതിപ്പോൾ 1.5 കിലോയുടെയൊക്കെ കേക്ക് ആയതുകൊണ്ട് 160 ഡിഗ്രി സെൽഷ്യസിലിട്ട് ബേക്ക് ചെയ്തപ്പോൾ 1.5 മണിക്കൂറൊക്കെ തന്നെ എടുത്തു ഈ കേക്ക് ബേക്കായി വരാനായിട്ട്. ഞാൻ ഇതിനു മുമ്പ് അവനില്ലാതെ എങ്ങനെയാണ് ഒരു ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഉള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേ രീതിയിൽ തന്നെ ഈ പ്ലം കേക്കും നിങ്ങൾക്ക് ഓവനൊന്നും ഇല്ലാതെ അടുപ്പിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് ടൈം കൂടുതൽ എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൂടി ചെക്ക് ചെയ്യുക. അപ്പോൾ അതിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ടിപ്സുകളോ ഒക്കെ ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ
കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്